ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തോപ്രാംകുടിയിലാണ്. തോപ്രാംകുടിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇതുവരെ പോകാത്ത ഒരു ചെറിയ ഗ്രാമമുണ്ട്. കുറച്ച് മനോഹരമായ ഒരു സ്കൂളും ഒരു പള്ളിയും അതുപോലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെറിയ ഗ്രാമം ഈ തോപ്രാംകുടിക്ക് അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പം ഞാനിപ്പോൾ നിലവിൽ തോപ്രാംകുടി പള്ളിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്കൊണ്ട് യാത്ര ഇങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. നമ്മുടെ ചാനലിനകത്തോടെ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കിച്ചിലി. ഹായ് കൂട്ടരെ, അങ്ങനെ വീണ്ടും നമ്മൾ തോപ്രാംകുടി പള്ളിയുടെ അവിടുന്ന് നേരെ കട്ടപ്പന റൂട്ടിലേക്കാണ്, തോപ്രാംകുടി പ്രകാശ് റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വഴികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു കയറ്റം കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടത്തേക്ക് ഒരു ചെറിയ വഴി തിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കനകക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷേ അന്നൊന്നും നമ്മൾ പരിചയപ്പെടാത്ത ഒരു സ്ഥലമാണ് പെരുന്തൊട്ടിയും തൊട്ടടുത്ത് കിടക്കുന്ന മേരിഗിരി എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ വഴി. ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം വഴിയാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ശരിക്കും മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പും അതുപോലെ ചാറ്റൽ മഴയും കോടമഞ്ഞൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വഴിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വഴിക്ക് കുറേ അപകടങ്ങളും ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ കുത്തിനുള്ള വളവും ഇറക്കങ്ങളും ഒക്കെ ഉള്ള ഒരു വഴി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ അപകടങ്ങളൊക്കെ സംഭവിക്കാറുള്ളത് പതിവ് തന്നെയാണ്. അപ്പോൾ ഇതുവഴി വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പെരുന്തൊട്ടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പെരുന്തൊട്ടി എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ശരിക്കും ആ KSRTC വരുന്ന വരവില്ലേ, എനിക്ക് റെഡ് KSRTC ഇങ്ങനെ പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വരുമ്പോൾ നല്ലൊരു ഫീലായിട്ട് കിട്ടണേ. അതൊരു വേറെ ലെവൽ കാഴ്ച തന്നെയാണ്. എന്താണെങ്കിലും നമ്മളിത് ഇപ്പം നിലവിൽ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പെരുന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ശരിക്കും തോപ്രാംകുടിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള ഒരു കൊച്ചു സ്ഥലമാണ്. ഇതൊക്കെ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവരായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇടകളിലുണ്ട്. നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ തോപ്രാംകുടിയിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ മാറിയുള്ള പെരുന്തൊട്ടിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് 4 വഴികൾ തിരിഞ്ഞു പോകുന്നില്ലേ. ഒന്ന് മന്നാത്തറയ്ക്കും, മറ്റൊന്ന് ഈട്ടിത്തോപ്പിനും, പിന്നെ പ്രകാശിനും തോപ്രാംകുടിക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ മലനിരകളുടെ ഇടയിലുള്ള ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ധാരാളം കൃഷിയിടങ്ങളുണ്ട്, ധാരാളം വീടുകളുണ്ട്. അതുകൂടാതെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മീറ്റിൻ്റെ ഒരു വ്യാപാര സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഈ ഗ്രാമത്തിലെ ഒരു ചെറിയ കുരിശുതൊട്ടിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കടയും. ഇതൊക്കെ ഈ ഗ്രാമത്തെ വളരെ വ്യത്യസ്തമാക്കിയാണ്. ചേട്ടാ പേരെന്ന് പറഞ്ഞേട്ടാ? എൻ്റെ പേര് ഫിലിപ്പ്. ഈ പെരുന്തൊട്ടി എന്ന് പേര് വരാൻ കാരണം എന്നാ? ഇതിൻ്റെ ഈ സ്ഥലത്തിന് ഈ വഴിക്ക് അപ്പുറത്തേക്ക് പെരുമാങ്കയം എന്നായിരുന്നു. വില്ലയിലും പഴയ താലൂക്കിലൊക്കെ ഇതിൻ്റെ പേര് കിടന്നു. പെരുമാങ്കയം. ആ, അപ്പോൾ പണ്ട് ഇതിന് എൻക്രോച്ച് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പെരുന്തൊട്ടി ഒരു ലൈബ്രറി ഉണ്ടായപ്പോൾ ലൈബ്രറിക്ക് ഒരു പേരിടാൻ വേണ്ടിയിട്ട് ആ സ്ഥലപ്പേര് പോകണമല്ലോ. അങ്ങനെ വന്നപ്പോൾ പെരുമാങ്കയൊന്നും എൻക്രോച്ചൊന്നും ഇടാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അരിപ്പിളാക്ക കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന്. പുള്ളി മരിച്ചു പോയി. പുള്ളി അന്നിട്ട പേരാണ് ഈ പെരുന്തൊട്ടി. പെരുമാങ്കയത്തിൽ നിന്ന് ലോപിച്ച് പെരുന്തൊട്ടിയാക്കി. അതാണ് ചരിത്രം. അത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു. ആ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും കണ്ടിന്യൂ ആണ്. ഞാൻ അവിടുത്തെ പോസ്റ്റ്മാൻ ആയിരുന്നു. 40 വർഷം ജോലി ചെയ്തു. റിട്ടയർഡ് ആയതാണ്. ഓക്കെ ശരി, മതി, താങ്ക് യു. നമ്മുടെ കടയായിരിക്കും അല്ലേ?
നമ്മൾ ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് കറക്റ്റ് ആളുടെ അടുത്ത് തന്നെയാണ്, ഈ നാട്ടിലെ പഴയ ഒരു പോസ്റ്റ്മാൻ്റെ അടുത്തേക്ക്. എന്നാലും ആ ചേട്ടൻ ഇപ്പോൾ ഒരു പെട്ടിക്കടയൊക്കെ നടത്തിയിട്ട് ഇവിടെ തന്നെ കാലം കഴിച്ചു കൂട്ടുകയാണ്. എന്നാലും മനോഹരമായിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്, നാലും കൂടുന്ന ഒരു കവലയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് പെരുന്തുട്ടി എന്ന് പറയുന്നത്. ശരിക്കും മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെയുള്ള ഒരു നാട്. ശരിക്കും ഏലവും കുരുമുളകും ജാതിയും കൊക്കോയും ഒക്കെ ഒന്നിച്ചു വിളയുന്ന ഒരു സുന്ദരമായിരിക്കുന്ന സ്ഥലമാണ് ഈ പെരുന്തുട്ടി എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലായിരിക്കുന്ന മേരിഗിരിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് ചേട്ടന്മാരെ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ ജീവനാടിയായിരിക്കുന്ന ഓട്ടോറിക്ഷ ചേട്ടന്മാർ. ചേട്ടാ പേരെന്താ? സുബിൻ. അച്ഛനെ സുനിത. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടോ കുറവാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മേരിഗിരി? 2.5 കിലോമീറ്റർ അല്ലേ? അങ്ങനെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ നേരെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമായിരിക്കുന്ന മേരിഗിരി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് കൃഷിയിടങ്ങളാണ്. ശരിക്കും ഏലമാണ് പ്രധാനമായിട്ടും കൃഷിയെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ജാതിയും ഗ്രാമ്പും ഒക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് ഇത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ കടന്നു പോകുന്ന വഴിക്ക് നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ കവലകളും അതുപോലെ തന്നെ നമുക്ക് ധാരാളം വീടുകളും ഉണ്ട്. ഒരുപാട് ഹൈ ക്ലാസ് വീടുകളുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഈ വഴി ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈട്ടിത്തോപ്പിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരിക്കുന്ന കനകക്കുന്നിലെ അവിടം വരെ നമുക്ക് പോകാൻ പറ്റുമോ. ഇവിടെ നമുക്കൊരു അംഗൻവാടി ഉണ്ട് കേട്ടോ. ആ അംഗൻവാടിയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നമ്മളിത് പോവുകയാണ്. അപ്പോൾ വഴിയൊക്കെ ചെറിയ മോശമാണ്. ഈ കാണുന്ന വഴിയില്ലേ, ഇത് നേരെ നമ്മൾ ഉദയഗിരിയിലേക്ക് ചെന്ന് ചേരുന്ന വഴിയാണ് കേട്ടോ. ഒരു ചെറിയ ജംഗ്ഷനാണ്. അങ്ങനെ ഫൈനലി നമ്മളിത് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കനകക്കുന്നിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ആ വഴി. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. അതുപോലെ തന്നെ പറയട്ടെ, ഇതൊരു ചെറിയ ഗ്രാമീണ യാത്രയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഈ ഒരു ഏരിയ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് മേരിഗിരി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഓപ്പോസിറ്റ് ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ കുരിശുപള്ളിയാണ്. ഇതിനോട് ചേർന്ന് ഈ വഴിക്കൂടെ നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുപ്പച്ചാമ്പടി എന്ന് പറയുന്ന സ്ഥലം കൂടിയിട്ട് ഈട്ടിത്തോപ്പിന് നമുക്ക് പോകാൻ പറ്റും. ഇതിനോട് കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്ത് പോയാൽ മതി. ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേരിഗിരി പള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഒരു അടിപൊളി പള്ളിയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് തൊട്ട് താഴെ സ്കൂളുള്ളത്. അപ്പോൾ ഈ കാണുന്ന വഴിയും നിങ്ങൾക്ക് ഈട്ടിത്തോപ്പിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഇവിടെ നിന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളുള്ളത് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വീടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മേരിഗിരി എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ കുറച്ച് കാഴ്ചകളുണ്ട് താനും കേട്ടോ. അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ സൈഡ് പിടിച്ച് താഴേക്ക് പോവാണ്. ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് പഴയ കാലഘട്ടത്തിൽ ആനക്കുഴി എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് പെരുന്തുട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചരിത്രമാണ് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഇനി ഇവിടുത്തെ സ്കൂൾ കാണാനാണ് പോകുന്നത്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. ശരിക്കും ഒരു പബ്ലിക് സ്കൂളാണ്. മരിയൻ പബ്ലിക് സ്കൂൾ മേരിഗിരി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്കൂള്, സുന്ദരമായിരിക്കുന്ന ഒരു ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിലിരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി സ്കൂളിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഈ സ്കൂൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര ഫേമസ് ആയിട്ട് മാറിയത് കേട്ടോ.
അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ട് ഈട്ടിത്തോപ്പിന് പോകുന്ന വഴിയിലേക്ക് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ പോകുന്ന ഈ ഒരു വഴിയാണ് ഈട്ടിത്തോപ്പിന് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വഴിയുണ്ടോ, എൻ്റെ ഈ ബാക്കിൽ വന്ന വഴി ശരിക്കും നമ്മുടെ തോപ്രാംകുടി കനകക്കുന്ന് കൂടിയിട്ട് തന്നെയാണ്. നമ്മൾ ശരിക്കും മേരിഗിരിയിൽ നിന്ന് കയറി വന്ന വഴി ഇതാണ് കേട്ടോ. ഈ വഴികളാണ് നമ്മൾ മേരിഗിരിയിൽ നിന്ന് കയറി വന്നത്. എങ്ങനെ കൂട്ടുകാരെ, ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? ഒരുപാട് നല്ല വീഡിയോ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഈ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്താണെങ്കിലും മേരിഗിരിയിലെ കാഴ്ചകളും തൊട്ടടുത്തുള്ള പെരുന്നൊട്ടിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.